സ്വപ്നങ്ങൾ എന്നും നിറം പകരുന്നവയാണ്. അത് ബാല്യകാലത്തിലെ ചില ഓർമ്മകൾ കൂടിയാണെങ്കിൽ മധുരം കൂടും. പ്രൈമറി ക്ലാസ്സിൽ എപ്പോഴും എന്നോടൊപ്പം പഠിച്ച കുട്ടിയാണ് പ്രിയ. 4th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യും മുന്നേ അവൾ സ്കൂളിൽ നിന്നും പോയിരുന്നു. അവൾ പഠിച്ചിരുന്നത് അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു. അവിടെ അവളുടെ അമ്മയുടെ സഹോദരനും അമ്മൂമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു ചെറിയ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പ്രിയ എന്ന പേരിനപ്പുറത്തേക്ക് അവളെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവളോടൊപ്പം പങ്കുവച്ച സൗഹൃദത്തിന്റെ ആ നനവ് ഇപ്പോഴും ഉണ്ട്. നിഷ്കളങ്ക ബാല്യങ്ങൾ. സ്കൂളിലേക്ക് പോകാനുള്ള ഊടുവഴികളിൽ അവളാണ് എന്നെ പഠിപ്പിച്ചു തന്നിരുന്നത്. വരുന്ന വഴിയിൽ ഒഴിഞ്ഞൊരു കോമ്പൗണ്ടിൽ മൾബറി എന്നൊരു സാധനമുണ്ടെന്നും അത് കഴിക്കാൻ നല്ല രസമാണെന്നും എന്നെ പഠിപ്പിച്ചത് അവളാണ്. ആ പറമ്പിലൂടെയൊക്കെ വലിഞ്ഞു കയറി ഞങ്ങൾ അത് പറിച്ചു. പച്ചയും ചുവപ്പും കറുപ്പും നിറഞ്ഞ 3 കായ്കളും അതിലുണ്ടായിരുന്നു. അതിൽ കറുപ്പിനാണ് മധുരമെന്നും അവൾ പറഞ്ഞു. ശരിയാണ്, പച്ചയും ചുവപ്പും ഒക്കെ കഴിച്ചപ്പോൾ പുളിയുണ്ടായിരുന്നു. പക്ഷെ നല്ല കറുത്ത ആ കുഞ്ഞിക്കായ്ക്ക് നല്ല മധുരം. ഞങ്ങളൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും പ്രിയയ്ക്ക് എന്നേക്കാൾ വളർച്ചയുണ്ടായിരുന്നു. അത് എന്റെ ക്ലാസ്സിലെ ഭൂരിഭാഗം പിള്ളേരും എന്നേക്കാൾ പൊക്കവും മണ്ണും ഒക്കെ ഉള്ളവരായിരുന്നു കേട്ടോ. പ്രിയയുടെ അറിവും അനുഭവ സമ്പത്തും ഭയങ്കര വലുതാണെന്ന് അന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. അതിന് ആക്കം കൂട്ടുന്നതായിരുന്നു അവളുടെ പ്രവൃത്തിയും സംസാരവും. അല്ലെങ്കിൽ അന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത മൾബറി അവൾ എവിടുന്ന് കണ്ടുപിടിച്ചു? പിന്നെ പലതരം മാങ്ങകൾ അവൾ പഠിപ്പിച്ചു തന്നു. മാങ്ങയെന്ന് ഒരു പേരേ ഉള്ളൂ, പക്ഷെ അതിൽ തന്നെ കർപ്പൂരമാങ്ങ, തമ്പൂരിമാങ്ങ, വെള്ളംപുള്ളി, മൂവാണ്ടമാങ്ങ, പഞ്ചാരമാങ്ങ, അതിനൊക്കെ ആ പേര് വരാനുള്ള കാരണം അവൾ പറഞ്ഞു തന്നു. ആരുടെയൊക്കെ പറമ്പിൽ ഏതൊക്കെ തരം മാങ്ങകളാണ് ഉള്ളതെന്ന് അമൂല്യമായ അറിവും അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്നും സ്കൂളിലേക്ക് വരുമ്പോൾ ചാമ്പയ്ക്ക, ഇരുമ്പൻ പുളി, ചെമ്പോട്ടിക്ക ഇതൊക്കെ എനിക്ക് അവൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അതിന്റെയൊക്കെ ഉറവിടത്തെക്കുറിച്ചും അവൾക്ക് വ്യക്തമായ അറിവുണ്ടെന്നും ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കി. രോമാഞ്ചമുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. നിസ്സാരക്കാരിയല്ല എന്റെ കൂട്ടുകാരി. പഴയ മതിലുകളുടെ മുകളിൽ ഒരുതരം പായൽ കാണപ്പെടും. അവൾ അതിന് പടയാളി എന്നാണ് ഒരു പേര് പറഞ്ഞു തന്നത്. അതിനൊരു തലയും സ്റ്റെമ്മും ഉണ്ട്. അതിന്റെ തലകൾ പരസ്പരം കോർത്ത് ഞങ്ങൾ മത്സരിക്കും. തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച അധ്യാപിക അവളായതുകൊണ്ടും ഇത്രയും കഴിവുള്ള ആളായതുകൊണ്ടും അവൾ തന്നെയാണ് ജയിക്കാറ് എപ്പോഴും. അധികം കാലം അവളുടെ ഒപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൾ 1-2 വർഷം കഴിഞ്ഞ് അമ്മയുടെ ഒപ്പം തിരികെ പോയിരുന്നു. പക്ഷേ എന്റെ നല്ല ഓർമ്മകളിൽ ഇപ്പോഴും അവളുണ്ട്. വർഷങ്ങൾക്ക് ഇപ്പോഴും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഈ കാലങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. മധുരമുള്ള എന്റെ ഓർമ്മകൾ, അതും ഒരു ഭാഗ്യമാണ് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.